നല്ല എരി. വാ ഇങ്ങ് വാ. हेलो एवरीवन, वेलकम टू रिएक्शन स्टूडियो। आई एम सुखदेव, आई एम महादेव। तो दोस्तों आज हम देखने वाले हैं किलुक्कम फिल्म को, जो कि 1991 में रिलीज़ हुई थी। इस फिल्म में लीड रोल में हैं मोहनलाल, जगती श्रीकुमार, रेवती, तिलकन एंड इनोसेंट। और दोस्तों इस फिल्म को डायरेक्ट किया है प्रियदर्शन ने। तो बिना किसी देरी के हम इस फिल्म को देखते हैं, लेकिन देखने से पहले आपको याद दिला दूँ, अगर आपने अभी तक हमारा चैनल सब्सक्राइब नहीं किया है तो प्लीज़ सब्सक्राइब कीजिए, और अगर आपको ये वीडियो पसंद आता है तो इसे लाइक ज़रूर कीजिए। सो विदाउट एनी डिले लेट्स वॉच किलुक्कम। लेट्स वॉच। वेलकम। क्या है ये? टूरिस्ट गाइड। वेलकम वेलकम। अरे विशाल जी आप चिल्लाओ मत। हाँ पोर्टर पोर्टर पुली। अच्छा गाइड, हाँ, जो टूरिस्ट आए होते हैं उन्हें घुमाता है, उन्हें होटल वगैरह दिलवाता है। ये गुंडा। He was a wonderful jockey. ഞാൻ ഡാഡിയെ കണ്ടിട്ടില്ല. അറിയാം, ഓദിക്കമ്മാടില്ലത്തിലെ നിന്റെ അമ്മ. സാർ ഈ ഫ്ലാസ്കും തൂക്കി സാറിന്റെ കൂടെ നടക്കുന്ന എന്നെ പറ്റി സാർ ആലോചിക്കാത്തെന്താ? ഒരു ജോലി ശരി സാർ. ये जॉब की तलाश भी कर रहा है। चुप गया। നീ എന്തിനാണ് ഇത് വഴി ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അങ്ങേര് നടക്കുന്നതിന്റെ കൂടെ നടക്കുന്നതല്ലേ എന്റെ ജോലി. ഇങ്ങോട്ട് നടന്നു ഞാനും നടന്നു. ജോലി രണ്ടു കൊല്ലമായി അയാൾ എന്നെ തപ്പി നടക്കുക. പെൻഷൻ പറ്റിയെങ്കിലും ഇനി അയാൾ എന്നെ തൂക്കാൻ നീ വിധിക്കും. അങ്ങേരുടെ ഫോട്ടോ എല്ലാം എടുത്തു കൊടുത്താ? എടുത്തു. इसका दोस्त है शायद। ഞങ്ങളുടെ കയ്യിൽ അമ്മാവന്റെ ഒരു ഫോട്ടോ ഇല്ല. ഇതിന്റെ ഒരു കോപ്പി എടുപ്പിക്കാം. അച്ഛന്റെ ഫോട്ടോ വീട്ടിൽ. ഈ വലിയ മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഈ ജസ്റ്റിസ് പിള്ള ഇന്ന് ആരും ആകുമായിരുന്നില്ല. बेवतन में रहता है ये एक्टर ना, है ना? 7 കൊല്ലം വരെ കൊടുക്കാം. നിങ്ങൾ വല്ലതും കഴിച്ചോ? ഏയ് ഇല്ല. ഒരു ദിവസം ഞാൻ ഒരലക്കലക്കും. ഷർട്ടും പാലും തേച്ചോ? എന്റെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കേണ്ട. कैसे लगे वो लगातार चलाने में? വല്ല പണിയും ചെയ്യണോ? ദേഹം അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പണി മുഴുവൻ നിന്റെ അപ്പഴാണ് ചെയ്യുന്നത്. ഇയാളെന്താ പിച്ചയ്ക്ക് लगातार चलाता है यार। സാറോട് ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. ഞാൻ ഈ സ്ത്രീയെ കണ്ടു. രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്ത് എപ്പോ തരാം? ഓണത്തെങ്ങാനും പോയി വല്ല മാഴ്ചനോടോ? उर्दू घंटे तो मुझे अभी खाना बना गया था। इसका किसी को मारने नहीं कह रहा था उसको मार दूंगा। नहीं किया। तुम पहला आदमी है जिसने ये गलती किया। जब हम जेल जा रहा था तब हम तुमको बोला, वो मैं देखना चाहता हूँ। इसीलिए तो हम जेल से बाहर आया है, तुमको बताने कि हम तुमको क्या कर सकता है। हमको हथकड़ी पहनाया था, हमको साला जेल भेजा था, काट डाला साले का। दोनों हाथ काटे इसने। ओह माय गॉड, बैंग टांगे भी चलाता है ये। അതായത് പെൻഷൻ പറ്റുമോ പറയണേ. ബെസ്റ്റ് ജോലി. ये कौन है? ഈ മാസം മുതൽ ഞാൻ നോക്കാൻ പോവാ. ഞങ്ങളെ വിശ്വാസമില്ലേ? കുറെ കാശ് മുടിച്ചെന്നല്ലാതെ തോട്ടത്തിലെ ഇന്നലെ എന്നോട് ഒരുപാട് സങ്കടം പറഞ്ഞു. നിന്നോട് സങ്കടം പറഞ്ഞു.
സംഗണകാക്ക നീ ആരാ, വൈക്കത്തപ്പനോ അതോ കൊട്ടാരക്കര ഗണപതിയോ? എന്നോട് പറയുന്ന അളിയനോട് പറഞ്ഞാലേ ചേട്ടാ അവളെ ഞാൻ കെട്ടിച്ചയച്ചിരിക്കുന്നത്. അളിയനും കൂടെ സെറ്റ് കൂടി അവളെ വെച്ച് മുതലെടുക്കാൻ നോക്കുന്നു. അവരാരും എന്തോ ആവട്ടെ. കാര്യങ്ങൾ നോക്കി ജീവിച്ചാലേ മാന്യമായ ശമ്പളം നിനക്ക് എടുക്കാം. അല്ലെങ്കിൽ ഇവിടെ വന്ന് താമസിക്കണം. തോട്ടത്തിലെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. ആ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ അതിനെ വിളിപ്പിച്ച, അതിന് ഇയാളെ ഏൽപ്പിച്ച അതിന്റെ പേര് 3 ദിവസത്തേക്ക് എനിക്ക് ആഹാരം ഉണ്ടാകില്ല. അടുക്കള പണിക്കെങ്കിലും ഒരാളെ നിർത്തിയില്ലെങ്കിൽ എന്റെ ശവദാഹമേ നടക്കും. ജോജി, ആരെങ്കിലും ഒരാളെ കണ്ടുപിടിച്ച് ഇയാളുടെ ശവ എങ്ങനെയായി പോയത്? ഇപ്പൊ ഒരെണ്ണം പോയത് കണ്ടില്ലേ? ഇതിന് സ്പീഡായി ഇവന്റെ തള്ളക്കി. ക്ലബിലെ ചീട്ടുകളെയും കെട്ടിയന്മാരെ പറ്റിയുള്ള ഉള്ളവൻ മാത്രമുണ്ട് കൂടെ. പക്ഷെ അങ്ങാടി തോറ്റ അമ്മയോട് കേട്ടിട്ടില്ലേ? അതാണ് എന്റെ ഗതി. ഇയാൾ ആരെ മറ്റേ നിന്നാമിനിങ്ങിന്റെ നുറുങ്ങു വെട്ടോ വെട്ടോ വിളിച്ചൊന്നും ഇല്ലേ? ആ തിരി ഒന്ന് പൊക്കി വെച്ചൂടെ? മണ്ണെണ്ണയൊക്കെ തീർന്നോ? ये दोनों साथ में रहते हैं क्या? साथ में रहते हैं. अच्छा, रूम पार्टनर है. ഇതെന്തിനാ 2 ഗ്ലാസ്? അപ്പൊ നീ അടിക്കുന്നില്ലേ? ഞാനേ അടിക്കുന്നുള്ളൂ. उसको नहीं दे रहे, देखो. ഒരു മുറിയിൽ 2 പേര് താമസിക്കുമ്പോ ചിലപ്പോ ഒരാളുടെ കയ്യിൽ 1-2 രൂപ കുറഞ്ഞെന്നിരിക്കും. 1-2 രൂപ കുറഞ്ഞെന്നിരിക്കും. പക്ഷെ നിന്നെ പോലെ ഒന്നുമില്ലാത്ത ഒരു വാടക കൊടുക്കാതെ ഞാനിവിടെ താമസിക്കും. ഇലനക്കി പട്ടിയുടെ കിറുനക്കി പട്ടിയായിട്ട് എന്റെ കൂടെ നീയും. എടാ ഇലനക്കി, മൂത്ത് കരിച്ച് കുഴി പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കുന്നത്. കിട്ടിയ ഊട്ടി. ഞാൻ വലസും സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഓഫ് ഇന്ത്യ. फोटो का काम करते हैं. ठीक है, दिखा रहा है ना. कोई लड़कियाँ भी किलो कम, मतलब क्या होता होगा किलो कम का? खोली है ये खोली जगह पे क्यों आ रहा മാഡം ക്യാൻ ഐ ഹെൽപ്പ് യു? ഓ ഷുവർ. നോക്കി കണ്ട് പെരുമാറിയ ഒരു 100 രൂപ വീഴും. ആര് കാശ്മീരി? പറയാൻ മടിയുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നില്ല. ഇവിടെ ഒരുപാട് പ്ലേസസ് ഉണ്ട് മാഡം. ഐ എം എ പോർട്ടർ കം ഗൈഡ്. മാഡം ഞാൻ വായിച്ചു തരാം കേട്ടോ. ആ കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടൽ. നല്ലവിടെ ഉടമസ്ഥയാ. അതെ, എനിക്ക് ഈ ഒരു 15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാമെങ്കിൽ റൂം വഴി അവർ പുറത്ത് കറങ്ങാൻ പോയിരിക്കും. വൈകിട്ട് ചെക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞിരിക്കും. മാഡം പ്ലീസ് ആ ലോഞ്ചിലോട്ട്. പക്ഷെ लॉज में इंतजार करने लग गया. നല്ല ഡീസന്റ് കക്ഷിയാ നാരായണൻകുട്ടി. വെരി ഗുഡ് ജെന്റിൽമാൻ. कुछ बोल के ले रही है तब से है, कुछ बोल ही नहीं रही. ഇനി എന്റെ സർവീസ് ഒന്നും ആവശ്യമില്ല. റൂം ഉടനെ കിട്ടും. അല്ല अच्छा, इसने अभी तक उसे पैसे वैसे कुछ दिए नहीं. അല്ല दे दिया. അല്ല ഇത് പോരെ. ज़्यादा दे दिया उसने शायद ना. ज़्यादा दे रही है कम दे रही है? ज़्यादा दे दिया. നാരായണൻകുട്ടി ബാക്കി വെച്ചോണം. ഇന്ന് നല്ല കോൾ അടിച്ചിട്ടുണ്ടോ തോന്നുന്നു. प्लस हो गया. ज़्यादा ही दिया शायद उसने.
ഇത് കണ്ടോ, ചപ്പാത്തിയും കോഴി വറുത്തതും. നിന്റെ ചള്ള വയറ് നിറച്ച് തിന്ന്, ആർത്തി കുറയട്ടെ. എവിടുന്ന് 100 രൂപയുടെ നോട്ട് ഒറ്റ നോട്ടായിട്ട് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ നീ? എവിടുന്ന് മോഷിച്ച? മോഷണം നിന്റെ അച്ഛന്റെ ജോലിയാണ്. അല്ല, നിനക്ക് ഇത്രയും കാശ് എവിടുന്ന് കിട്ടാൻ? രാവിലെ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. ആര്? തെളിച്ചു പറ. എന്ത് മുഖല്ലേ, മുഖം ചുണ്ടൊക്കെ ഉണ്ടല്ലോ, നല്ല ചുവചവാന്നിരിക്കും. ഞാൻ വിചാരിച്ചത് സായിപ്പിന്റെ കുട്ടിയാണ്. നല്ല സ്റ്റൈലും വേഷം, ഇംഗ്ലീഷ്. എന്ന് വെച്ചാ ഓ, നിനക്ക് എന്നെ പോലെ ഇംഗ്ലീഷ് അറിഞ്ഞൂടല്ലോ. നിനക്കറിയാവുന്ന ഇംഗ്ലീഷ്. അവൾ എന്നോട് പറയാണ്, "Hey handsome, I am going to take you with me." 1000 रुपए दिए थे Bye. Good night. See you tomorrow. Sweet dreams. सोचा था पहले 100 रुपए मिल जाएंगे, इसमें इम्प्रेस करूंगा. അവിടെ വരെ കഥ നിൽക്കുകയാണ്. होटल रॉयल में रुक റോയൽ സൂട്ടിൽ നന്ദിനി തമ്പുരാട്ടി ഫ്രം റോയൽ ഫാമിലി വിശ്രമിക്കുകയാണ്. നാളെ കാലത്ത് ഞങ്ങൾ വീണ്ടും. इस फोटो खींचना चाहता हूँ ताकि रुपए कमाए. പരയച്ചി, നിനക്ക് നന്ദിനി തമ്പുരാട്ടിയെ പരിചയപ്പെടാനുള്ള സ്റ്റാറ്റസ് ഇല്ല. നീ cheap ആണ്. അവിടെ ഞങ്ങൾ ആയിട്ട് ജീവിക്കുമ്പോ ഇവിടെ ടൂറിസ്റ്റുകളുടെ ഇടയിൽ ക്യാമറയെ കടിച്ചു തൂക്കി തരാം. ഇപ്പോ എന്റെ രാജയോഗത്തിന്റെ ട്രീറ്റ് ആയിട്ട് ഇതെടുത്ത് വെച്ച് നക്ക്. യെസ്, ഞാനൊന്ന് ഹോട്ടലിലോട്ട് പോയിട്ട് വരാം. തമ്പുരാട്ടിക്ക് എന്തെങ്കിലും അത്യാവശ്യം കാണും. രാത്രി ഞാൻ ചിലപ്പോഴേ വരുള്ളൂ. ഡിന്നർ അവരുടെ കൂടെ ആയിരിക്കും. ചിലപ്പോ ഞാൻ कल कैसे उछल रहा था ये उस रात को. ഇവിടെ കൊണ്ടുവിട്ടത് തമ്പുരാട്ടി. ദാ നിക്കല്ലേ, അങ്ങോട്ട് ചോദിക്കും. क्या उसने तोड़फोड़ की? റൂം തരാന്ന് പറഞ്ഞ എന്നെ ഇവിടെ പിടിച്ചിരുത്തിട്ട് റൂം തരുന്നില്ല. റൂം ഇല്ലെങ്കിൽ റൂം ഇല്ലെന്ന് പറയണം. വെറുതെ ആളെ പിടിച്ചെടുത്ത് മെനക്കെടുത്തരുത്. നിങ്ങളല്ലേ എന്നോട് റൂം കൊടുക്കാന്ന് പറഞ്ഞത്? इसका पैसे नहीं अच्छा. കളിക്കരുത്. എനിക്കറിയാം അവരെങ്ങനെ പറയില്ലെന്ന്. താൻ അവർ പറഞ്ഞു കൂടി ചോദിച്ചത് എന്താ പറഞ്ഞേ? അങ്കമാലിയിലത്തെ പ്രധാനമന്ത്രി എന്റെ അമ്മാനാണ്. അങ്ങനോട് അങ്കമാലിയിലെ അമ്മാവൻ ആരാന്ന് പറഞ്ഞു? പ്രധാനമന്ത്രി. അപ്പൊ കഴുത പറയാ എന്റെ അമ്മാവൻ ഒറ്റ കുത്തി എന്റെ കൊടയെ പിടിച്ച് വലിച്ചപ്പോ ദാ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് ഞാൻ തറയിൽ എറിഞ്ഞു പൊട്ടിച്ചു. പിന്നെ ഒരുത്തൻ എന്നെ ഒക്കെ ചീത്ത പറഞ്ഞു. അവൻ പോലീസിനെ വിളിക്കുന്നു പറഞ്ഞപ്പോ ദാ അവിടെ ഇരിക്കുന്ന പൂച്ചട്ടി എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി. വട്ടാണല്ലേ എന്നോട് ഒരുപാട് ഒരു 500 രൂപയുടെ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. കാശ് കിട്ടിയ കേസിൽ അത് വെക്കാം. കൈ കാശ് വല്ല ഇരിപ്പുണ്ടാ? കൂടുതൽ ശല്യം ഉണ്ടാക്കുന്നതിന് വിളിച്ചിറക്കിട്ട് പോടോ. കുട്ടി अपने साथ ले आएगा शायद. तभी तो उसने उसे इतने सारे रुपए दिए थे. उसने सारे रुपए दिए उससे. क्या सोचा था इसने? क्या सोच रहा था फैमिली से बहुत अमीर है. ये सोच रहा था ये. 3-4 കാറ്, ബംഗ്ലാവ്. അതെങ്ങനെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കോട്ടും സൂട്ടും തൊപ്പിയും കൊടയും വടിയായിട്ട് ഒരു എച്ചി വന്ന് ഇറങ്ങുന്ന കാണുന്നത്. ഒരു തത്തമ്മ, അമ്പിളി അമ്മാവനെ പിടിച്ചു തരാൻ എന്റെ തലേന്ന് ഒഴിഞ്ഞു തരൂ. ഇത്രയും രൂപ ഒരുമിച്ച് തന്നപ്പോ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് കെട്ടുകെട്ടായിട്ട് ഇരിക്കുന്നു. നല്ല വെയിറ്റ് ഉണ്ടല്ലോ. വല്ല അമ്മിക്കല്ലോ ആട്ടുകല്ലോ വല്ലോ കൊണ്ടുനടക്കാൻ വയ്യ. എന്തോ എന്റെ കയ്യിലിരുന്ന കാശെല്ലാം തട്ടിപ്പറിച്ച് എന്റെ പെട്ടി തറയിലിട്ട് പൊട്ടിച്ച് എന്നെ കരയണ്ട കേട്ടാ.
അയ്യോ ഇതേതോ കൂടിയ ഇനമാണ്. ദേഹോദ്രവം തുടങ്ങി. ഞാൻ വളരെയധികം अबे अभी सोच रहा हूँ वैसे यहाँ क्यों ला रहे अब पता नहीं इसे सच बताता है कि नहीं बताता है. ഇതാണോ നീ പറഞ്ഞ കക്ഷി? എന്റെ മേത്ത് തൊടരുത് കൊരങ്ങൻ. എന്തോന്ന് ഇതിന് വട്ടം? बता ശല്യത്തിന് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞോളാം. നിനക്കിത് വേണം. നീ എന്റെ മുമ്പിൽ കിടന്ന് വിലസിയില്ലേ? എന്തൊക്കെയാ നീ പറഞ്ഞത്? തരില്ല. നീ കൂടെ എന്നെ കൈവിടരുത്. എന്നെ നമ്പി നീ ഇവിടെ നിൽക്കണ്ട. ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചു പടലിക്ക് വെട്ടാൻ നിന്നെ കൂടെ താമസിപ്പിച്ചേ ഞാനൊരു വഴിയിലായി. ഇനി ഈ വയ്യാവേലും കൂടെ ഞാൻ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. എവിടെയെങ്കിലും ഓടി കളാ. കൊണ്ട് കളയണത് പൂച്ച പട്ടിയല്ലോ. ശരി तैयार हो गया हो. എടേ സൂക്ഷിക്കണേ. ശരി അകന്ന് നിന്നാ कुछ बैठी हुई है. ഈ തണുപ്പത്ത് തിന്നാൻ നല്ല രസമായിരിക്കും. വേറെന്ത് കിട്ടും? വേറെ ആന മുട്ട പുഴുങ്ങിയത് കിട്ടും. വേണോ? അയ്യേ, വേണ്ട. കൊരങ്ങല്ലോ അവൻ ലോ ലവൻ വാ, വാ, വാ. അന്തിപ്പണ്ടായിട്ട് വലിയ ഏറുണ്ട്. എന്നാ പോ. अबे कहीं भागने जाए. എണ്ണയിലിട്ട് വറുത്ത് ഐസ് വെള്ളത്തിലിട്ട് കുളിപ്പിച്ചെടുക്കുന്ന സ്ഥലമല്ലേ? അത് തന്നെ അത് തന്നെ. അയ്യോ, എനിക്കവിടെ പോണ്ട. अबे छोड़ दे साहब से. ദേവന്മാരും ദേവതകളും നല്ല बोल रहा ശീലായിരിക്കും. तो ऐसे कहीं छोड़ दूंगा. छुपा हो जा रहा हो. देख लिया ना उसने उसे. कैसे भागेगा वो? अरे ഹായ്. हैं वो तो वही यार किया. ഇങ്ങനെ ഓടാൻ? എനിക്ക് വലിയ രസമൊന്നും തോന്നിയില്ല. സർക്കസിലായിരുന്ന മുമ്പ്. അയ്യേ, എന്ത് ചേരാത്തത്. നല്ല സ്റ്റാമിന ഉണ്ടല്ലോ. ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ടുപോവാ. पीछे नहीं छोड़ा पाया फिर लेके चला गया. അതാണ് അമ്പലമില്ല. അമ്പലത്തിലെ ദൈവങ്ങളെ ആർക്ക് വേണം? അവരൊക്കെ പോറ്റുവാരുടെ സ്വന്തക്കാരല്ലേ. മുഴുവൻ ഇവന്മാർക്ക് കൊടുക്കും. ഇവന്മാരത് ചില്ലറയായിട്ട് കൂപ്പൺ അടിച്ച് ബ്ലാക്കി വിൽക്കും. ഇവിടെ അങ്ങനത്തെ ഇടനില തട്ടിപ്പുകാരൊന്നുമില്ല. നമുക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം. अब फिर से छोड़ എന്നോട് देगा പ്രാർത്ഥിക്കാൻ ऐसा लग എന്റെ रहा അമ്മോ എന്നെ है. फिर से छोड़ने तो आ रही हो. മാത്രമേ ഉള്ളൂ എങ്ങനെയാ പ്രാർത്ഥിക്കുക? പ്രാർത്ഥിക്കുന്നോ? ഇതോ അങ്ങോട്ട് നോക്കി കണ്ണടച്ച് നിൽക്കണം. ആ, 15 मिनट तक वो आके मत खोलना. भाग जाएगा. ജ്യോതിയെ സ്കൂളിൽ എന്റെ കൂടെ പഠിച്ചതാ. അത് സ്കൂളിൽ പഠിച്ച ജോലി. ഇത് ആകാശത്ത് പൊങ്ങി വരുന്ന ജോലി. ഈ ശബരിമലയിൽ മകരജ്യോതി എന്നൊക്കെ കേട്ടിട്ടില്ലേ? പൂക്കളാകും. ഓറഞ്ച് ആകട്ടെ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് ആകും. ഐസ്ക്രീം, ഐസ്ക്രീം ആകട്ടെ എന്ന് പറഞ്ഞാൽ ആകും. ചോക്ലേറ്റ് ഐസ്ക്രീം. ചോക്ലേറ്റ് ഐസ്ക്രീം ആകും. കാശിന്റെ കാര്യം പറയുമ്പോ എന്റെ കൂടെ ചേർത്ത് പറയണം. ആ. കണ ഗുണാന്ന് പറയരുത്. മനസ്സിലായോ? അങ്ങോട്ട് നോക്കിക്ക്. ആ കോടയും മടിയൊക്കെ എടുത്ത് മാറ്റി. ഇപ്പൊ വരും ജ്യോതി, ഇപ്പൊ വരും. കണ്ണു തുറക്കല്ലേ? बंद कर दीजिए. भाग गया. ऐसे क्या छोड़ रहा हो उसे? इसमें कहाँ जाएगी वो?
മോളിൽ കൊണ്ടുവിട്ടിട്ട് ഞാൻ ഒറ്റ ഓട്ടോ അടി. എടാ മഹാഭാവി, ആനയും പുലി ഇറങ്ങുന്ന സ്ഥലമാണ്. ചത്ത നഖം പോലും ബാക്കി കിട്ടില്ല. ദേ സെന്റിമെന്റ്സ് കാണിക്കില്ലേ നീ? तो जंगली जानवर भी आते हैं, जंगल में तो रहेंगे। നീ എനിക്ക് ഇവിടെ ഒന്ന് ഒഴിക്കേ. ഒരു 3 എണ്ണം അടിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങാം. നീ ഇവിടെ വാങ്ങിച്ചോണ്ട് വെച്ചിരിക്കണം ഒഴിച്ചു തരാൻ. അന്ന് ഞാൻ വാങ്ങിച്ചു വെച്ച ഒരു ബോട്ടിൽ എവിടെ? അതോ എടേ അത് വേണ്ട. उसे देता नहीं बिल्कुल भी ये। പിന്നെ എനിക്ക് വിശ്വാസമില്ല. അയ്യ. कैसा है? उसे कुछ नहीं देता वो। വിശക്കത്തെ പറഞ്ഞ് കീറുവല്ലായിരുന്നു. ദരിദ്ര എന്റെ ദൈവമേ, നാളെ ഇട്ടോണ്ട് പോകാൻ ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സാ. इसने तो लाया था नहीं शायद। എടാ എച്ച് എന്നും എച്ചിയാണ്. എടാ ദരിദ്രവാസി എന്നും ദരിദ്രവാസിയാണ്. ദൈവം എന്റെ കൂടെ. മുനിസ്വാമിയായിരിക്കും ഫോട്ടോ മേടിക്കാൻ വന്ന കൂടെ. ഇത് മുനിസ്വാമി അല്ല. അയ്യോ അല്ലേ? भैया के शायद वो एंगल। आई कैसे हो गया अकेले? पहुंच कैसे वहाँ? बैंकर। पहले मैं गया था एक बार, तो उन्होंने देख लिया वो रास्ता फिर। हाँ शायद सिर्फ कपड़े यार था रास्ता उसे। വരുമ്പോ ഒരു ആന. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. ആന എവളെ കണ്ടോടി കാണും. എനിക്ക് വിശക്കുന്നു. उसे भूख लगी है। അയ്യോ എടി ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ഷർട്ടാണ്. എന്താന്ന് എനിക്കറിയണം. ഇത്ര നാള് സഹിച്ചില്ലേ, ഇന്ന് രാത്രി ഇവിടെ സഹിക്കേ. ഇപ്പൊ എന്റെ തലയിലൊന്നും വരുന്നില്ല. वो तो खा लेगी, पीछे रखा है जो खाना। ഇപ്പൊ ചാപ്പാട് പുറത്തെടുത്താ മുഴുവനുള്ള അടിച്ചു കയറ്റി കളയും. അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഇവളെ ഉറങ്ങിയിട്ട് നമുക്ക് എടുത്താൽ മതി. പ്രശ്നമുണ്ട്. चिकन की स्मेल। അല്ല, വെച്ച കോഴിന്റെ മണം. അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്നപ്പോ ഇറങ്ങി ഓടിയതായിരിക്കും. അതാണ് വെച്ച വേണം. अब खा रहे हैं। अच्छा अच्छा। कितना चालाक है। उसने खा दिया।